SIR വെറും കുട്ടിക്കളിയല്ല. ഞാൻ വോട്ട് ചെയ്യാറില്ല, അതിനാൽ എനിക്ക് SIR ബാധകമല്ലെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. കൃത്യമായി പറഞ്ഞാൽ വോട്ടവകാശമല്ല, എല്ലാവരുടെയും പൗരത്വമാണ് SIRലൂടെ സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ ചോദിക്കുന്നത്. അസമിൽ തുടങ്ങിയ വോട്ടിന്റെ മറവിലെ പൗരത്വം നമുക്ക് കാണാച്ചരടല്ല, എല്ലാം സുവ്യക്തമാണ്. അസമിൽ 4 വർഷം സമയമുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ കേവലം 3 മാസമേയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. 2002 വോട്ടർ പട്ടിക പരിശോധനയ്ക്കായി കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ലിങ്കിൽ തുറന്നു നോക്കി കേരളത്തിലെ ഓരോ വോട്ടറും തങ്ങളുടെ മാതാപിതാക്കളുടെയോ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഈ പേര് കാണുന്നില്ലെങ്കിൽ സംശയാസ്പദ വോട്ടർമാരായി അവശേഷിക്കും. കമ്മീഷൻ ആവശ്യപ്പെട്ട രേഖകളിൽ ഒന്ന് കാണിച്ചു കൊടുക്കുന്നതുവരെ അവർക്ക് വോട്ടവകാശം ലഭിക്കുകയില്ല. 2002 വോട്ടർ പട്ടികയിൽ തങ്ങളുടെയോ മാതാപിതാക്കളുടെയോ പേരുള്ളവരും ഇല്ലാത്തവരും പ്രത്യേക ഫോം പൂരിപ്പിച്ച് വോട്ടർ ആകാനുള്ള അപേക്ഷ ബൂത്ത് ലെവൽ ഓഫീസർക്ക് സമർപ്പിക്കണം. ഒരാൾ ഇന്ത്യൻ പൗരനാണോ അല്ലേ എന്ന് നോക്കി വോട്ടർ പട്ടികയിൽ ചേർക്കാനും ചേർക്കാതിരിക്കാനുള്ള വിവേചനാധികാരം ഓരോ ബൂത്തിലെയും BLOമാരിലും അവർ നൽകിയ അപേക്ഷകൾ പരിഗണിക്കുന്ന ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരിലും അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരിലും വന്നു ചേർന്നിരിക്കുകയാണ്. ഇക്കാര്യം ഓർത്തിരിക്കണം. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ ഭാഗമായ എന്യൂമറേഷൻ ഫോമുകളുമായി BLOമാർ ഇന്നു മുതൽ വീടുകളിലെത്തും. 2025 മുതൽ 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിലുള്ള എല്ലാവർക്കും വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യും. സംസ്ഥാനത്ത് ഇത്തരത്തിൽ 2.78 കോടി പേരാണ് പട്ടികയിലുള്ളത്. ഇവരെല്ലാം എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകണം. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഫോം വിതരണവും തിരികെ വാങ്ങലും നടക്കുക. ഫോമുകൾ പൂരിപ്പിച്ച് നൽകുന്നതിനൊപ്പം രസീതും കൈമാറും. QR കോഡും ഫോട്ടോ ഒട്ടിക്കാനുള്ള സൗകര്യവുമുള്ള ഫോമുകളാണ് നൽകുക. അതേസമയം ഫോട്ടോ ഒട്ടിക്കൽ നിർബന്ധമല്ല. BLOമാർ വീടുകളിൽ എത്താത്ത പക്ഷം തേടിപ്പോകണം. കാരണം വോട്ട് മാത്രമല്ല, പൗരത്വമാണ് ഒളിഞ്ഞിരിക്കുന്നത്. നിലവിൽ ഡിസംബർ 4 വരെ വിവരശേഖരണം മാത്രമാണ് നടക്കുക. ഈ സമയത്ത് മറ്റ് സൂക്ഷ്മ പരിശോധനകളൊന്നും ഉണ്ടാകില്ല. എന്യൂമറേഷൻ ഫോം തിരികെ നൽകിയ എല്ലാവരെയും കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. പിന്നീടാണ് ആക്ഷേപങ്ങൾ സ്വീകരിക്കലും തുടർ പരിശോധനയും. വിദേശത്തുള്ളവർക്കായി അവരുടെ ഫോമിൽ അടുത്ത ബന്ധുക്കൾക്ക് ഒപ്പിട്ട് നൽകാം. അപേക്ഷകനോ മാതാപിതാക്കളോ 2002 പട്ടികയിൽ ഇല്ലാത്തവരുടെ കാര്യത്തിലാണ് കമ്മീഷൻ നിഷ്കർഷിച്ച 12 രേഖകളിൽ നിന്ന് സമർപ്പിക്കേണ്ടി വരിക. ഇത്തരത്തിൽ പേരില്ലാത്തവർക്ക് ജനനത്തീയതി മാനദണ്ഡമാക്കി സമർപ്പിക്കേണ്ട രേഖകൾ കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുണ്ട്. വീടുകൾ കയറിയുള്ള വിവരശേഖരണ ഘട്ടത്തിൽ രേഖകൾ നൽകേണ്ടതില്ല. പിന്നീട് നോട്ടീസ് ലഭിക്കുന്ന മുറക്ക് ഹാജരാക്കിയാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഈ 3 മാസം നിർണായകമാണ്. വോട്ട് മാത്രമല്ല, പൗരത്വ പ്രശ്നം കൂടിയാണെന്ന് മറന്നു പോകരുത്.